ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഒരു മാരക കഥയാണ് കേട്ടോ. അതായത് മോളുടെ ബർത്ത്ഡേക്ക് ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞപ്പം ഒരാളെ വെട്ടിക്കൊന്ന് ഇറച്ചിയൊക്കെ കറി വെച്ച് കൊടുത്ത ഒരു തന്തയുടെ കഥയാണ്. അപ്പോൾ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ കഥ തുടങ്ങിയിട്ട് അപ്പോൾ കുട്ടിയാണ് സ്കൂൾ വിട്ട് വന്ന് ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ടി വി കണ്ടിരിക്കുകയാണ്, എന്തോ ഫുഡിൻ്റെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അമ്മ പറയും, ഇവരൊക്കെ ഈ മനുഷ്യന്മാർ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണോ ജീവിക്കാൻ വേണ്ടി തിന്നുകയാണോ എന്നൊക്കെ പറയും. കുട്ടി പറയുക, എൻ്റെ ബർത്ത്ഡേ ആണ് അമ്മ, എനിക്ക് ഇറച്ചി കഴിക്കണം. അപ്പോൾ അമ്മ പറയും, നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറ, അയാളോടെ ചുമ്മാ ഇരിപ്പുണ്ടെന്ന് പറയും. അച്ഛൻ്റെ അടുത്ത് എന്ന് പറയും കേട്ടോ, അച്ഛൻ ഇന്ന് ബർത്ത്ഡേ ആണ്, എനിക്ക് ഇറച്ചി കഴിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, മോളെ ഇന്ന് വയ്യ, അച്ഛൻ ഇന്ന് വയ്യ, പണിയൊന്നുമില്ലല്ലോ, പൈസയൊന്നുമില്ലല്ലോ, പിന്നെ വാങ്ങാനും നോക്കാം, അടുത്ത ദിവസം അങ്ങനെ നോക്കാം. അപ്പോൾ അവർ പോവും. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തോ വിഷമമായിട്ടോ, മോൾ ആദ്യമായിട്ട് ബർത്ത്ഡേ ആയിട്ട് ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞല്ലേ. പിന്നെ ഇവർ ഇത് തുടങ്ങുമ്പോൾ തൊട്ട് എന്താണ്ടോ കഞ്ഞി കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ അച്ഛൻ വന്നിട്ട് പറയും, ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ അമ്മയും മകളും കൂടി ഇങ്ങനെ എന്തോ കഞ്ഞിയും കോരി കുടിച്ചിരിക്കുകയാണ്. ഇയാളപ്പോൾ പുറത്തേക്ക് പോയിട്ടൊരു കേക്ക് കടയിൽ കയറുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. പൈസയൊന്നും ഇല്ല, ഭക്ഷണം മേടിക്കാൻ മാത്രം പൈസ ഇല്ല, ബാക്കി എല്ലാത്തിലും ഉണ്ട്. വണ്ടിയുണ്ട്, ടി വി ഉണ്ട്, നല്ല വീടുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ചില്ലറയൊക്കെ പെറുക്കി കൊടുത്തിട്ട് എന്തോ ചെറിയൊരു കേക്ക് പീസ് മേടിക്കും കേട്ടോ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ചുറ്റും നോക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ കഥയുടെ പേര് വിശപ്പ് എന്നാണ് കേട്ടോ. എന്നിട്ട് വിശപ്പ് എന്ന് വെച്ചാൽ വിശപ്പിന് പൈസയില്ല, അതാണൊരു കഥ. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു പിച്ചക്കാരനെ കണ്ടിട്ട് പിച്ചക്കാരനെ അടുത്തേക്ക് വിളിക്കും. അപ്പോൾ ആൾ വന്നിട്ട് പറയും, സാർ ഞാൻ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിക്കാൻ പൈസ തരണമെന്ന് പറഞ്ഞപ്പം ഇയാൾ പറയും, പൈസയൊന്നുമില്ല, നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് പോവാ, ഞാൻ നിനക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് ഈ പിച്ചക്കാരനെയും കൂട്ടി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത് അവർ വണ്ടിയുണ്ട് കേട്ടോ, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഈ മോൾക്ക് ഇയാളെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. ഇവർ ഈ അമ്മാതിരി ഒരു ടൈപ്പ് ആൾക്കാരാണ്. എന്നിട്ട് ഇവനെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് നല്ലപോലെ ഭക്ഷണം കൊടുക്കുകയാണ്. ഇവനാണെങ്കിൽ നല്ല മാട് കണക്കിന് 2 നേരവും ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് വളരെ നന്ദിപൂർവ്വം സാറിനെ തൊഴുകയാണ്. അപ്പോഴത്തേക്കും സാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവൻ്റെ കഴുത്തിനങ്ങ് ഒഴുകെ പിടിക്കും. കഴുത്തിന് പിടിക്കുമ്പോൾ ഈ കൊച്ചു ഇവിടെ ഇരുന്ന് അടുത്തിരുന്ന് ചിരിക്കുകയാണ്. എന്തൊരു കൊച്ചാണത്, എൻ്റെ അമ്മു. എന്നിട്ടാണെങ്കിൽ ഇവൻ്റെ കഥ കഴിഞ്ഞിട്ടാ, ഇവനെ കൊന്ന്. അപ്പോഴത്തേക്ക് കൊച്ചിന് സന്തോഷമായി. ഇനിയിപ്പോൾ ഇറച്ചിയൊക്കെ ആയില്ല. അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയാകുകയാണ്. ഈവനാണെങ്കിൽ പിച്ചക്കാരനെയും വലിച്ച് ഒരു റൂമിൽ കയറ്റിയിട്ട് അവിടെ ഇട്ട് വെട്ടി അരിയാണ്. ഈ ചേച്ചിയാണെങ്കിൽ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ എടുക്കുകയാണ്. എന്നാൽ നമുക്ക് ഫുള്ള് ഇവനെ വെട്ടി ഇറച്ചി പീസാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഇറച്ചിയൊക്കെ റെഡിയായി. അപ്പോൾ മോള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. പിന്നെ ഇവർ ഒരു ചെറിയ കേക്ക് എന്ന് വെച്ചാൽ 10 മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ട് അവർ 3 പേരും കൂടെ ഇച്ചിരിച്ചെടുക്കുക. ഭക്ഷണം മേടിക്കാൻ പൈസയില്ല, ദാരിദ്ര്യമാണ്. ബാക്കിയെല്ലാം ഉണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, ടി വി ഉണ്ട്. എന്നിട്ട് ഇയാളെ കൊന്ന ഈ ഇറച്ചി കൊണ്ടുവന്നിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. അമ്മാതിരി ഒരു വല്ലാത്തൊരു ബർത്ത്ഡേ പാർട്ടിയായിപ്പോയി. ഇപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര്, പസി.